ഹലോ എവ്രി വൺ, വെൽക്കം ടു സെൻട്രൽ ഗവൺമെൻറ് ജോബ് അപ്ഡേറ്റ്സ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓൺഗോയിങ് ആയിട്ട് ലൈവായിട്ട് കറൻ്റ്ലി റൺ ചെയ്യുന്ന 5 സെൻട്രൽ ഗവൺമെൻറ് കീഴിൽ വരുന്ന ടെക്നിക്കൽ എക്സാമിനേഷനെ പറ്റിയിട്ട് പറയുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഓൺഗോയിങ് ആയിട്ട് ഇപ്പോൾ കറൻ്റ്ലി റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന 5 സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വരുന്ന ടെക്നിക്കൽ എക്സാമിനേഷൻ്റെ കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. PDF എന്തായാലും നമ്മൾ നമ്മുടെ ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്തേക്കാം. അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഇത് നമ്മൾ ശരിക്കും ഒരു ക്യാപ്സ്യൂൾ എന്ന രീതിയിലാണ് ഇതിൽ എന്ത് ചെയ്തിരിക്കുന്നത്, ഷോർട്ട് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. കാരണം ഇതൊക്കെയാണ് എക്സാംസ് എന്ന് നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നതാണ്. എന്തായാലും ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ നിങ്ങളുടെ ഏജ് ക്രൈറ്റീരിയ, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനും എല്ലാം നിങ്ങൾക്ക് ചേർന്ന് വരുന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ നിങ്ങൾ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഒക്കെ നോക്കിക്കോളുക. ഇനി വരുന്ന 5 എക്സാംസ് എന്ന് പറയുന്നത് RRB, ALP, HAL, ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡ് എന്ന് പറയുന്നത്, പിന്നെ ഒന്ന് എന്താണ് എയർപോർട്ട് ട്രാഫിക് കൺട്രോൾ എന്ന് പറഞ്ഞ എയർപോർട്ട് അതോറിറ്റിയുടെ കീഴിൽ വരുന്ന ഒരു ജോലി, അതുപോലെ HPCL എന്ന് പറഞ്ഞ ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്, അതുപോലെ NCRTC റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ വരുന്നതാണ്. അതും ഒരു എക്സാം ആയിട്ട് വരുന്നുണ്ട്. ഇതെല്ലാം എന്താണ് നമ്മുടെ ITI, ഡിപ്ലോമ, BTech തുടങ്ങിയ സബ്ജക്ട്സുകൾ ചെയ്തവർക്ക് പറ്റിയ ഫീൽഡായിട്ടാണ് പറയുന്നത്. ജൂനിയർ എഞ്ചിനീയറിംഗ് ടൈപ്പ് ഓഫ് പോസ്റ്റുകളാണ് വരുന്നത്. അപ്പോൾ എന്താണ് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. ഫസ്റ്റ് എക്സാമിനേഷൻ നമ്മുടെ RRB, ALP എക്സാം ആണ്. ഇത് ഇപ്പോൾ വിളിച്ചതേ ഉള്ളൂ അല്ലേ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. റെയിൽവേയുടെ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ്, നമ്മുടെ ട്രെയിൻ ഓടിക്കുന്ന ആളുടെയാണ് നമ്മൾ ലോക്കോ പൈലറ്റ് എന്ന് പറയുന്നത്. എഞ്ചിൻ കൺട്രോൾ ചെയ്യുന്ന ആളെയാണ് പറയുന്നത് അല്ലേ. അപ്പോൾ അതിൻ്റെ സ്റ്റാൻഡേർഡ്സും കാര്യമൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആപ്ലിക്കേഷൻ ഇപ്പോൾ ലൈവായിട്ട് റണ്ണിങ് ആണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ട്, റെയിൽവേയിൽ ഒരു ജോലി കിട്ടാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ ഏറ്റവും നല്ല ചാൻസസ് ആണ് കേട്ടോ. അപ്പോൾ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിൻ്റെ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് 9000+ വാക്കൻസിയോടെയാണ് വിളിച്ചിട്ടുള്ളത്. 9000+ വാക്കൻസിയോടെ വിളിച്ചിട്ടുണ്ട്. ആപ്ലിക്കേഷൻ ഡേറ്റ് ഓപ്പൺ ആണ്. ഏപ്രിൽ 12 തൊട്ട് മെയ് 11 വരെ നിങ്ങൾക്ക് ടൈം ഉണ്ട്. ഏപ്രിൽ 12 തൊട്ട് മെയ് 11 വരെ നിങ്ങൾക്ക് ടൈം ഉണ്ട്. ക്വാളിഫിക്കേഷൻ എന്താണ്, ITI അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ റിലവൻറ്റ് ഡിസിപ്ലിൻ എന്നാണ് പറയുന്നത്. ITI കഴിഞ്ഞവർക്കും അതുപോലെ തന്നെ ഡിപ്ലോമ പഠിച്ചവർക്കും അതുപോലെ എഞ്ചിനീയറിംഗ്, നമ്മുടെ മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, ഓട്ടോമൊബൈൽ തുടങ്ങിയ എഞ്ചിനീയറിംഗ് ഫീൽഡിലാണ് നിങ്ങൾ ഉള്ളതെങ്കിൽ നിങ്ങൾക്കുള്ള ചാൻസ് ആണ് ഏതെന്ന് പറയുന്നത് RRB, ALP എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അത് കൃത്യമായി ശ്രദ്ധിക്കുക. നമ്മൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ഒഫീഷ്യൽ ചാനലായിട്ടുള്ള ദിശ അക്കാഡമി, ദിശ SSC RRB ചാനലിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കയറി നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. എന്തായാലും നമ്മുടെ ALPയുടെ കണ്ടീഷനൊക്കെ നിങ്ങൾക്ക് അറിയുന്നത് തന്നെയാണ്, അത് മനസ്സിലാക്കിക്കോളാം. അപ്പോൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മളൊരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്, അതൊന്ന് ശ്രദ്ധിക്കുക. അത് കഴിഞ്ഞിട്ട് ഏജ് ലിമിറ്റ് വരുന്നത് 18 to 30 ഇയേഴ്സ് ആണ്. 30 വയസ്സ് വരെ ഉള്ളവർക്ക് ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇതിലെന്ത് വരും, ഏജ് റിലാക്സേഷൻ വരും കേട്ടോ. OBCയുടെ 3 വർഷം, നമ്മുടെ SC STയുടെ 5 വർഷം, അതൊക്കെ വരുന്നുണ്ട്. എന്തായാലും ഏജ് ലിമിറ്റ് ജനറൽ കാൻഡിഡേറ്റ്സിന് 18 to 30 വയസ്സാണ് കേട്ടോ. 30 വയസ്സ് വരെ ഉള്ളവർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് സാലറി ഇതാ ഇവിടെ കൊടുത്തിരിക്കുന്നത് 19,900 എന്ന് പറയുന്ന സ്റ്റാർട്ടിംഗ് സാലറി, ബേസിക് പേ എന്ന് പറഞ്ഞ ഒരു രീതിയിൽ പോകുന്നത് എന്താണ്, ആദ്യം തുടങ്ങുന്ന സാലറി 19,900 ആണെങ്കിലും നമ്മുടെ ഇൻ ഹാൻഡ് സാലറി ആയിട്ട് നമുക്ക് കിട്ടുന്നത് 50,000 ആൻഡ് എബോവ് ആയിട്ടാണ്. കാരണം ഒരുപാട് ട്രാവൽ അലവൻസ് വരുന്നത്, ഈ ട്രാവൽ കിലോമീറ്റർ ഡിസ്റ്റൻസ് അനുസരിച്ചാണ് നിങ്ങളുടെ അലവൻസ് കയറി വരുന്നത്. അത് നല്ലൊരു എമൗണ്ട് ആണ് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നത്. അങ്ങനെ ഏകദേശം നിങ്ങൾക്ക് 50,000 അടുപ്പിച്ച് നിങ്ങളുടെ സാലറി ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും. ഒരു മന്ത്ലി സാലറി എന്ന് പറയുന്നത്, ഇൻ ഹാൻഡ് സാലറി എന്ന് പറയുന്നത്, അത് ശ്രദ്ധിക്കുക. സാലറി നല്ല സാലറിയാണ് ലോക്കോ പൈലറ്റിന് വരുന്നത്. അത് കഴിഞ്ഞ് വരുന്ന ജോബ് ലൊക്കേഷൻ ഓൾ ഓവർ ഇന്ത്യ ആണ്. നിങ്ങൾക്ക് ഏറ്റവും കാര്യങ്ങൾ മനസ്സിലാക്കേണ്ട ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത്, നിങ്ങൾ സെൻട്രൽ ഗവൺമെന്റ് ജോബ് ആണോ നോക്കുന്നത്, നിങ്ങൾക്ക് ജോലി കിട്ടുന്നത് പല സ്ഥലത്തായിരിക്കും. നിങ്ങളുടെ ഒറിജിനൽ നേറ്റീവ് സ്ഥലത്ത് തന്നെ കിട്ടണം എന്നില്ല, നിങ്ങളുടെ ഡൊമിസൈൽ ആയിട്ടുള്ള സ്ഥലത്ത് തന്നെ കിട്ടണമെന്നില്ല. നിങ്ങൾക്ക് ചിലപ്പോൾ ദൂരെയൊക്കെ ആയിരിക്കാം, സ്ഥലങ്ങളിലായിരിക്കാം ജോബ് ലൊക്കേഷൻ വരുന്നത്. അത് ആദ്യമേ മനസ്സിലാക്കിക്കോളുക കേട്ടോ. അത് മനസ്സിലാക്കണം. ജോബ് ലൊക്കേഷൻ ഓൾ ഓവർ ഇന്ത്യ ആണ്. സെലക്ഷൻ പ്രോസസ്സ് വരുന്നത് 4 സ്റ്റേജസ് ആണ്. 2 ടയർ എക്സാമിനേഷൻ ഉണ്ട്. CBT 1ഉം CBT 2 എന്ന് പറയുന്ന 2 ഓൺലൈൻ എക്സാമിനേഷൻ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് 3ാമത്തെ സ്റ്റേജ് ആയിട്ട് CBAT ടെസ്റ്റ് എന്ന് പറയുന്ന സൈക്കോമെട്രിക് ടെസ്റ്റ് ആണ്. നിങ്ങളുടെ എന്താണ് മെന്റൽ എബിലിറ്റി ഒക്കെ ടെസ്റ്റ് ചെയ്യുന്നത്, നിങ്ങളുടെ സൈക്കോളജിക്കലി നിങ്ങളുടെ എത്രത്തോളം എബിലിറ്റി ഉള്ളവരാണെന്ന് തെളിയിക്കുന്ന ഒരു CBAT ടെസ്റ്റ് ഉണ്ട്. ഫൈനലി ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ പ്ലസ് മെഡിക്കൽ ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു സാധനമാണ്. ഡോക്യുമെന്റ് വെരിഫിക്കേഷനും മെഡിക്കലും അങ്ങനെയാണ് വരുന്നത്. ഇതിൻ്റെയൊക്കെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് RRBയിൽ എന്തെങ്കിലും കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നിങ്ങൾ വിസിറ്റ് ചെയ്യേണ്ട വെബ്സൈറ്റ് ഏതാണ്, https://indianrailway.gov.in അല്ലെങ്കിൽ rrb.apply.in എന്ന് പറയുന്ന വെബ്സൈറ്റിൽ കയറിയാലും നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും കേട്ടോ. ഇനി വരാൻ പോകുന്ന, കാരണം ഇതിപ്പോൾ നമ്മൾ ഉടനെ പറയാൻ കണ്ട ഓൺഗോയിങ് എന്ന് പറയാൻ കാരണം എന്താ, ഫസ്റ്റ് ഇനി എന്താണ് CBT 1 ആണ് വരുന്നത്. നിങ്ങൾ പഠിക്കേണ്ട എന്താണ്, 75 ക്വസ്റ്റ്യൻസ് 75 മാർക്കിന് 1 മണിക്കൂർ സമയം. ഏതൊക്കെ സബ്ജക്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാത്സ്,
നമ്മുടെ റീസണിങ്, ജനറൽ സയൻസ്, ജനറൽ നോളജ്. ജനറൽ സയൻസിന് സെപ്പറേറ്റ് ഇതുണ്ട്, ജനറൽ അവയർനെസ്, കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ 4 സബ്ജക്റ്റ് ആണ് വരുന്നത്. മാത്സ്, റീസണിങ്, ജനറൽ സയൻസ്, GK. ഓക്കെ, ജനറൽ നോളജ് എന്ന് പറയുന്ന സാധനം. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് തന്നെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ക്രാക്ക് ചെയ്യാൻ ഈസിയാണ്. അത് നിങ്ങൾ കൃത്യമായി തന്നെ ഫോളോ അപ്പ് ചെയ്യുക. നിങ്ങൾക്ക് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യണമെങ്കിൽ നമ്മുടെ ദിശ അക്കാഡമിയുടെ റെയിൽവേ ALP ബാച്ചസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓൺലൈൻ ക്ലാസ്സസ് ആയാലും ഓഫ്ലൈൻ ബാച്ചസ് ആയാലും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് വേണമെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറിൽ എന്ത് ചെയ്യുക, ഒന്ന് വിളിച്ച് നോക്കുക കേട്ടോ. കൂടുതൽ ഡീറ്റെയിൽസ് ആണ് നമ്മുടെ ALPക്ക് നമ്മുടെ കൂടുതലും ഫോക്കസ് ചെയ്യുന്ന SSC RRB ക്ലാസ്സസിന് വേണ്ടിയാണ്. അതിൽ കയറി ഒന്ന് നോക്കിക്കോളാം. ഇനി അടുത്ത മാർക്കിംഗ് സ്കീം വരുന്നത് 75 ക്വസ്റ്റ്യൻ, 75 മാർക്ക് എന്ന് പറഞ്ഞാൽ 1 മാർക്കും, പിന്നെ റെയിൽവേയുടെ എല്ലാ ക്വസ്റ്റ്യൻസിനും 3 ക്വസ്റ്റ്യൻ തെറ്റിക്കഴിഞ്ഞാൽ 1 മാർക്ക് പോകുന്നു എന്നുള്ള നെഗറ്റീവ് സ്കീമിംഗ് ആണ്. അപ്പോൾ നെഗറ്റീവ് മാർക്ക് ഉണ്ട് കേട്ടോ. നെഗറ്റീവ് ഉള്ള ഒരു എക്സാമിനേഷൻ ആണ് ALP എന്ന് പറയുന്നത്. അത് മനസ്സിലാക്കിക്കോളാം. ഇനി രണ്ടാമത്തെ എക്സാമിനേഷൻ, നമ്മുടെ റെയിൽവേയുടെ ഈ ഒരു എക്സാമിനേഷൻ എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. ഇനി വരുന്ന എക്സാമിനേഷനൊക്കെ നമ്മൾ പലതും കേട്ട് എന്നാലും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് വെറുതെ വിടുന്ന എക്സാംസ് ആണ്. പക്ഷേ ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്, അപ്ലൈ ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളാണ്. HAL എന്ന് പറയുന്നത് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡ് എന്ന് പറയുന്ന പോസ്റ്റാണ്. ഇതെന്ന് പറഞ്ഞാൽ ഡിപ്ലോമ ടെക്നീഷ്യൻ ഓപ്പറേറ്റർ എന്ന് പറയുന്ന പോസ്റ്റാണ് വിളിച്ചിട്ടുള്ളത്. അതായത് നിങ്ങൾക്ക് ഡിപ്ലോമക്കാർക്കും ടെക്നീഷ്യൻസ് അങ്ങനെ ടെക്നിക്കൽ വിഭാഗം പഠിച്ചവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ജോലിയാണ്. ഡിപ്ലോമ പ്ലസ് ടെക്നിക്കൽ വാക്കൻസിയാണ് വിളിച്ചിട്ടുള്ളത്. ഓക്കെ, അതിൽ 98 വാക്കൻസിയെ വിളിച്ചിട്ടുള്ളൂ. എങ്കിൽ പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതൊരു നമ്മുടെ ടെക്നിക്കൽ വിഭാഗത്തിൽ നിന്ന് വിളിക്കുന്ന ജോബായിട്ട് കണ്ട് മനസ്സിലാക്കി നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം ഇത്രയും കാറ്റഗറീസ് കാണും, അവർക്കായിരിക്കും ഇതിൽ എന്ത് ചെയ്യുന്നത്, ചാൻസ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ളവർ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുക. 4 ഏപ്രിലിനാണ് ഇത് എന്ത് ചെയ്തിരിക്കുന്നത്, സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 18 ഏപ്രിലാണ് കേട്ടോ. 18 ഏപ്രിലാണ് ഇപ്പോൾ ലൈവായിട്ടുള്ളതാണ്. 18 ഏപ്രിലിന് ഇത് എന്ത് ചെയ്യും, ക്ലോസ് ആവും. ഓക്കെ, 18 ഏപ്രിൽ വരെയാണ് ടൈം ഉള്ളത്. എക്സാം ഡേറ്റ് വരുന്നത് ഫസ്റ്റ് വീക്ക് ഓഫ് മെയ് എന്നാണ് പറയുന്നത്. 2025 മെയ്യിൽ എന്ത് ചെയ്യും, എക്സാം കാണുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പർ ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 28 വയസ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ആർക്കൊക്കെയാണ് 28 വയസ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ വേറെ ഒന്നും പറയുന്നില്ല. ഡിപ്ലോമ ഓർ ITI എന്നുള്ളൊരു കാര്യമാണ് കേട്ടോ. ഡിപ്ലോമ അല്ലെങ്കിൽ ITI ആണ് പറയുന്നത്. സാലറി നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് അറിയാം എത്രത്തോളം സാലറി ഉണ്ടെന്ന്. ഏകദേശം 45,000 to 47,000, ഏകദേശം 50,000 അടുപ്പിച്ച് നിൽക്കുന്ന സാലറി പാക്കേജ് ആണ്. നിങ്ങൾ അതാണ് മനസ്സിലാക്കുന്നത്. നിങ്ങൾ ഒരു ടെക്നിക്കൽ വിഭാഗം പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന സാലറി അതിനനുസരിച്ചിട്ടുള്ള സാലറി തന്നെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് എന്ന് മനസ്സിലാക്കിക്കോളാം. ഇവിടെ വരുന്ന ഒരേ ഒരു പോരായ്മ എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് നമ്മുടെ സ്വന്തം ലൊക്കേഷനിൽ ജോലി കിട്ടത്തില്ല. നമുക്ക് കുറച്ച് ദൂരെ ആയിരിക്കാം ജോലി കിട്ടുന്നത്. ഇന്ത്യയിൽ ഓൾ ഓവർ എവിടെ വേണോ നമുക്ക് ജോലി കിട്ടാം എന്നുള്ളൊരു കാര്യം മാത്രമേ അവിടെ ഒരു കണ്ടീഷനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു നെഗറ്റീവായിട്ട് പറയാനുള്ളൂ. അല്ലാതെ വേറെ ഒരു നെഗറ്റീവ്സും ഇല്ല. സാലറിയുടെ കാര്യമായാലും ബാക്കി എന്ത് കാര്യം നോക്കിയാലും നമുക്ക് ഏറ്റവും ബെനിഫിറ്റ് എന്താണ്, ഇങ്ങനത്തെ ജോബ്സ് തന്നെയാണെന്ന് മനസ്സിലാക്കിക്കോളാം. ഇനി അടുത്ത സെലക്ഷൻ പ്രോസസ്സ് വരുന്നത് ഓഫ്ലൈൻ ആയിട്ടുള്ള ഒരു റിട്ടൺ എക്സാമിനേഷനും അത് കഴിഞ്ഞ് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ആൻഡ് മെഡിക്കൽ ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു സംഭവമാണ് കേട്ടോ. ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഒരു ടയർ എക്സാമിനേഷനേ ഉള്ളൂ. അതെന്താണ്, ഓഫ്ലൈൻ ആയിട്ട് നിങ്ങൾ ചെന്ന് എഴുതേണ്ട റിട്ടൺ എക്സാമിനേഷൻ ആയിരിക്കും. അതിൻ്റെയൊക്കെ സെന്റേഴ്സ് അവിടെ തരും. നമ്മുടെ ട്രിവാൻഡ്രം, എറണാകുളം, കോഴിക്കോട് എന്നൊക്കെ പറഞ്ഞിട്ട് സെന്റേഴ്സ് തരും. അവിടെ പോയി എഴുതേണ്ടി വരും. ഇനി അടുത്ത കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ www.hal.india.co.in എന്ന് പറയുന്ന ഈ വെബ്സൈറ്റിൽ കയറിയാൽ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും കേട്ടോ. എന്തായാലും ഇതിൻ്റെ എല്ലാത്തിൻ്റെയും PDF നമ്മൾ നമ്മുടെ ടെലഗ്രാം ചാനൽ അപ്ലോഡ് ചെയ്യും. അതിൽ കയറി ഒന്ന് ചെക്ക് ചെയ്യുക കേട്ടോ. ഇനി അടുത്ത HALന്റെ വാക്കൻസീസ് ഇപ്പോൾ എങ്ങനെയാണ് എന്ത് ചെയ്തിരിക്കുന്നത്, അവർ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിപ്ലോമ ടെക്നീഷ്യൻ, മെക്കാനിക്കൽ ITO അല്ലെങ്കിൽ ഡിപ്ലോമ ചെയ്തവർക്ക് എന്ത് ചെയ്യാം, 20 വാക്കൻസീസ് ഉണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ഇൻസ്ട്രുമെന്റേഷൻ ചെയ്തവർക്ക് 26 വാക്കൻസി ഉണ്ട്. ഓപ്പറേറ്റർ, ഫിറ്റർ ITI ട്രേഡ് ആയതുകൊണ്ടാണ് കേട്ടോ 34 വാക്കൻസി ഉണ്ട്. ഇലക്ട്രീഷ്യന് 14 വാക്കൻസി ഉണ്ട്. മെഷീനിസ്റ്റിന് 3 വാക്കൻസി ഉണ്ട്. ഷീറ്റ് മെറ്റൽ വർക്കറിന് 1 വാക്കൻസിയേ ഉള്ളൂ. അത് പ്രത്യേക ഒരു വിഭാഗം ആയതുകൊണ്ടാണ് ഷീറ്റ് മെറ്റൽ വർക്കറിന് 1 വാക്കൻസിയാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾ പഠിക്കേണ്ട എക്സാമിന് വേണ്ടി പഠിക്കേണ്ട സബ്ജക്ട് CBT 1 എന്താ, എങ്ങനെ CBT 1 അല്ല, നിങ്ങളുടെ റിട്ടേൺ എക്സാമിനേഷൻ്റെ പാറ്റേൺ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ അല്ല, റിട്ടേൺ എക്സാമിനേഷൻ ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ജനറൽ അവയർനെസ് എത്രയാണ്, GK 20 ക്വസ്റ്റ്യൻസ്, ഇംഗ്ലീഷും റീസണിങ്ങും കൂടെ 40 ക്വസ്റ്റ്യൻസ്. പിന്നെ നിങ്ങൾ എന്താണ്, ട്രേഡ് ആയിരിക്കും കൂടുതൽ വരുന്നത്. നമ്മുടെ ALP പറഞ്ഞപ്പോൾ നമ്മൾ ട്രേഡ് പറയാത്തതിൻ്റെ കാരണം എന്താ, ടയർ 2 നിങ്ങൾക്ക് ട്രേഡ് ചോദിക്കുന്നത്. അതുകൊണ്ടാണ് കേട്ടോ, ടയർ 2 ട്രേഡ് ചോദിക്കും. ഇവിടെ
എന്താണ് ഫസ്റ്റ് തന്നെ ട്രേഡ് ചോദിച്ചിട്ടുണ്ട്. എത്രയാണ്? 100 മാർക്കിന്. നിങ്ങൾ ഏത് സബ്ജക്റ്റ് ആണോ നിങ്ങൾ കൊടുക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ഏത് പോസ്റ്റിന് വേണ്ടിയാണോ അപ്ലൈ ചെയ്യുന്നത്, ആ പോസ്റ്റിന്റെ ട്രേഡ് ആയിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്. അപ്പോൾ കൺസേൺഡ് ഡിസിപ്ലിന് 100 ക്വസ്റ്റ്യൻസ് ചോദിക്കും കേട്ടോ. അപ്പോൾ ജനറൽ അവയർനെസ് 20, ഇംഗ്ലീഷും റീസണിങ്ങും കൂടെ 40 മാർക്ക്. അത് കഴിഞ്ഞ് എന്താണ് നമ്മുടെ കൺസേൺഡ് ഡിസിപ്ലിൻ, നിങ്ങളുടെ ട്രേഡിന് 100 മാർക്ക്. അപ്പം നിങ്ങളുടെ ട്രേഡാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഫോക്കസ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കിക്കോളുക. 2.5 മണിക്കൂർ സമയമാണുള്ളത് കേട്ടോ. 2.5 മണിക്കൂർ സമയം, 160 ക്വസ്റ്റ്യൻസ് 160 മാർക്കിനാണ് വരുന്നത്. 1 മാർക്കായിരിക്കും നിങ്ങൾക്ക് വരുന്നത് ഒരു ക്വസ്റ്റ്യന്. 1/4 ആയിരിക്കും നെഗറ്റീവും വരുന്നത് കേട്ടോ. 1/4, അതായത് 4 ക്വസ്റ്റ്യൻ തെറ്റിയാൽ 1 മാർക്ക് പോകുന്ന രീതിയിലായിരിക്കും നെഗറ്റീവ് വരുന്നത്. എല്ലാത്തിനും നെഗറ്റീവ് ഉണ്ട് കേട്ടോ. സെൻട്രൽ ഗവൺമെന്റിന്റെ ഏതൊരു ജോലി എടുത്താലും ഏറ്റവും കൂടുതൽ മാക്സിമം എന്ത് ഉണ്ടായിരിക്കും, നെഗറ്റീവ്സ് ഉണ്ടായിരിക്കും. അപ്പം നിങ്ങൾ സബ്ജക്റ്റ് മനസ്സിലാക്കിക്കോളാം, നിങ്ങളുടെ വാക്കൻസീസ് മനസ്സിലാക്കി നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുക. ഇനി അടുത്ത മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട എക്സാമിനേഷൻ ആയിട്ട് ഇപ്പം ലൈവ് ആവാൻ പോകുന്ന ഒരു എക്സാമിനേഷൻ ആണ് നമ്മുടെ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ. എല്ലാവർക്കും എയർപോർട്ടിലൊക്കെ വർക്ക് ചെയ്യാൻ ഇഷ്ടമാണ്, അങ്ങനെ വിളിച്ചതാണ്. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കീഴിൽ AAA റിക്രൂട്ട്മെന്റ്, ATC റിക്രൂട്ട്മെന്റ്, എല്ലാവരും ചോദിച്ചതാണ്. ATC എയർ ട്രാഫിക് കൺട്രോളർ ജൂനിയർ എക്സിക്യൂട്ടീവ് വേക്കൻസി വിളിച്ചിട്ടുണ്ടായിരുന്നു. അതെന്താണ്, 309 വേക്കൻസി വിളിച്ചിട്ടുണ്ടായിരുന്നു. 25 ഏപ്രിൽ, നിങ്ങൾ ശ്രദ്ധിക്കുക, ഇതെന്താണ് ലൈവ് ആവാൻ പോകുന്നതേ ഉള്ളൂ, നോട്ടിഫിക്കേഷൻ വന്നതേ ഉള്ളൂ. 25 ഏപ്രിൽ തൊട്ട് 24 മെയ് വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള സമയമുണ്ട്. 25 ഏപ്രിൽ തൊട്ട് 24 മെയ് വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള സമയമുണ്ട്. ജോബ് ലൊക്കേഷൻ എവിടെയാണ്, അക്രോസ് ഇന്ത്യ ആണ്. എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ജോലി വരാം. എയർ ട്രാഫിക് കൺട്രോളിംഗ് ആണ്. നമ്മുടെ എയർപോർട്ടിൽ എന്താണ് ഈ എയറോപ്ലെയിൻ്റെ ഒക്കെ കൺട്രോളും കാര്യങ്ങളുമാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടത്, ജോലിയായിട്ട് വരുന്നത് കേട്ടോ. ആപ്ലിക്കേഷൻ മോഡ് ഓൺലൈൻ ആണ്. സെലക്ഷൻ പ്രോസസ്സ് വരുന്നത് ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ കാണും, CBT എക്സാമിനേഷൻ കാണും. അത് കഴിഞ്ഞ് എന്താണ് വോയിസ് ടെസ്റ്റ്, കാരണം നിങ്ങൾക്ക് റിക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്ന വോയിസ് ആണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആയിരിക്കും അവിടെ കൂടുതലും നോക്കുന്നത്. കാരണം നിങ്ങളാണ് എന്ത് ചെയ്യേണ്ടത്, അവിടെ കമ്മ്യൂണിക്കേഷന് വേണ്ടിയായിട്ട് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് വോയിസ് ടെസ്റ്റ് ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞൊരു മെഡിക്കൽ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ മൂന്നാമത്തെ എക്സാമിനേഷൻ നമ്മുടെ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കീഴിൽ വരുന്ന എക്സാമിനേഷൻ ആണ്. ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ കാണും, വോയിസ് ടെസ്റ്റ് കാണും, മെഡിക്കൽ എക്സാമിനേഷൻ കാണും. സാലറി വരുന്നത് 40,000 to 1,40,000 വരെയുള്ള നല്ല സാലറി, 1 lakh above സാലറി ആണ് ഇതിൽ വരുന്നത്, ATCക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ 1 lakh above സാലറി ആണ്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ www.aero.com കയറി നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് സെർച്ച് ചെയ്യുക. ഇനി അതിൻ്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്താണ്, ഏജ് ലിമിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏജ് ലിമിറ്റ് 27 വയസ്സായിരിക്കണം. നിങ്ങളുടെ മാക്സിമം ഏജ് എന്ന് പറയുന്നത് 27 വയസ്സാണ്. ആസ് ഓൺ 24 മെയ് 2025, 24 മെയ്യിന് നിങ്ങളുടെ വയസ്സെന്ന് പറയുന്നത് 27 ആയിരിക്കണം എന്നൊന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. 27 വയസ്സാണ്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണെങ്കിൽ BSc നമ്മുടെ BSc ഫിസിക്സ് അല്ലെങ്കിൽ മാത്സ് എടുത്തവരായിരിക്കണം. ഒന്നി BSc ഡിഗ്രി ഹോൾഡേഴ്സിന് വന്ന ഒരേ ഒരു ചാൻസ് ഇതാണ്, ഫിസിക്സ് അല്ലെങ്കിൽ മാത്സ് പഠിച്ചിട്ടുണ്ടോ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ ആർക്കാണ് അവിടെ ചാൻസ് പോകുന്നത്, നമ്മുടെ ബാച്ചിലേഴ്സ് ഓഫ് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ BTech പഠിച്ചവർക്കാണ് ആ ചാൻസ് പോകുന്നത് കേട്ടോ. ഇത് BTechകാരുടെ ഓപ്പർച്യൂണിറ്റിയാണ്, BTech പഠിച്ചവർക്കുള്ള ഓപ്പർച്യൂണിറ്റിയാണ് വരുന്നത്. ഒന്നി നിങ്ങളെ BSc ഡിഗ്രിയിൽ നിങ്ങൾ ഫിസിക്സ് അല്ലെങ്കിൽ മാത്സ് പഠിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് എഞ്ചിനീയറിംഗ് BTech എഞ്ചിനീയറിംഗ് പാസ്സായവരായിരിക്കണം എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. പിന്നെ ഇംഗ്ലീഷ് +2 10 ലെവലിലൊക്കെ ഇംഗ്ലീഷ് പഠിച്ചവരായിരിക്കും. കാരണം ഇവിടെ കമ്മ്യൂണിക്കേഷൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻസ് ഉള്ളതുകൊണ്ട് തന്നെ അതിൻ്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യും, എടുത്ത് തന്നെ ചോദിക്കുന്നുണ്ട്. അത് മാത്രമല്ല വോയിസ് ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു സ്കിൽ ടെസ്റ്റ് നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. അത് എന്തിനു വേണ്ടിയാണ്, നിങ്ങളുടെ ഇംഗ്ലീഷ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും കൂടെയാണ് കേട്ടോ. ഇനി അടുത്ത് AATCയുടെ ടയർ 1 എക്സാമിനേഷൻ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 പാർട്ടായിട്ടാണ് നടത്തുന്നത്. ഫസ്റ്റ് പാർട്ടിൽ റീസണിങ്, ജനറൽ നോളജ്, ഇംഗ്ലീഷ്, മാത്സ്, റീസണിങ്, ഇംഗ്ലീഷ്, GK ഇത് തന്നെയാണ് എല്ലാത്തിലും ചോദിക്കുന്ന പോലെ 15, 10, 20, 15 മാർക്ക് വീതം അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പാറ്റേണും. പിന്നെ പാർട്ട് B ആയിട്ട് എന്തും ചോദിക്കുന്നുണ്ട്, ഫിസിക്സ്, മാത്തമെറ്റിക്സ് ചോദിക്കുന്നുണ്ട് കേട്ടോ. ബാച്ചിലേഴ്സ് ഓഫ് എഞ്ചിനീയറിംഗ് ടെക്നിക്കൽ വിത്ത് ഫിസിക്സ് ആൻഡ് മാത്സ് എന്ന് എടുത്ത് പറയുന്നുണ്ട്. ഒരു സെമസ്റ്ററിലെങ്കിലും നിങ്ങൾ ഫിസിക്സും മാത്സും പഠിച്ച ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പാർട്ട് B എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാർട്ട് B അവരെന്തിനാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്, ഫിസിക്സും മാത്സും പഠിക്കുന്ന ആൾക്കാർക്കാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഫിസിക്സും മാത്സിൻ്റെ 60 ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. 60 ക്വസ്റ്റ്യൻസ് 60 മാർക്കിന് എത്ര മിനിറ്റ് ആണ്, 120 മിനിറ്റ്, 2 മണിക്കൂർ സമയം നിങ്ങൾക്ക് ഉണ്ട് കേട്ടോ. 2 മണിക്കൂർ സമയമാണ് നിങ്ങൾക്ക് എന്ത് ചെയ്തിരിക്കുന്നത്, അസൈൻ ചെയ്ത് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ATCയുടെ ആ ഒരു പാറ്റേൺ മനസ്സിലായല്ലോ, ചോദിക്കുന്ന ആ ഒരു സെക്ഷനിങ് മനസ്സിലായല്ലോ. ഒരേ ദിവസമുള്ള എക്സാമിനേഷൻ ആണ്. പാർട്ട് A പാർട്ട് B ആയിട്ടാണ് നടത്തുന്നത് എന്നൊക്കെ ഉള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ബാച്ചിലേഴ്സ് ഓഫ് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ BSc ഫിസിക്സ് മാത്സ് ഒക്കെ പഠിച്ചവർക്കുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇത് ITIക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല കേട്ടോ. ITI ഡിപ്ലോമക്കാർക്കൊന്നും അപ്ലൈ ചെയ്യാൻ പറ്റില്ല.
ഇനി അടുത്ത് HPCL ജൂനിയർ എക്സിക്യൂട്ടീവ് റിക്രൂട്ട്മെന്റ് 2025 കാര്യമാണ് പറയുന്നത്. HPCL എന്താണ്? ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്. പോസ്റ്റ് നെയിം എന്താണ്? ജൂനിയർ എക്സിക്യൂട്ടീവ് പോസ്റ്റ് ആണ്. ജൂനിയർ എക്സിക്യൂട്ടീവ് പോസ്റ്റ് 63 പോസ്റ്റുകളാണ് വന്നിട്ടുള്ളത്. 63. ഇതിന്റെ നോട്ടിഫിക്കേഷൻ ലൈവ് ആണ്. 26 മാർച്ച് തൊട്ട് 30 ഏപ്രിൽ വരെയാണ് നിങ്ങൾക്ക് ടൈം ഉള്ളത്. 26 മാർച്ച് തൊട്ട് 30 ഏപ്രിൽ വരെയാണ് നിങ്ങൾക്ക് ടൈം ഉള്ളത്. മോഡ് ഓഫ് ആപ്ലിക്കേഷൻ ഓൺലൈൻ ആണ്. അത് കഴിഞ്ഞ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ വരുന്നത് ഡിപ്ലോമയാണ് കേട്ടോ. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ വരുന്നത് ഡിപ്ലോമ ഉള്ളവർക്കാണ് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അത് ശ്രദ്ധിക്കുക, ഡിപ്ലോമ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഒരു ജോലി എന്ന് പറയുന്നത്. ഏജ് ലിമിറ്റ് എത്രയാണ്? 25 വയസ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. 25 വയസ്സ്, അതാണ് ഞാൻ പറഞ്ഞത്. ഓരോ എക്സാം എന്താണ്, ഓരോ കാറ്റഗറി ഓഫ് പീപ്പിൾസിന് വേണ്ടിയുള്ളതാണ്. അതുകൊണ്ടാണ് അത്ര വാക്കൻസി വരാറുള്ളൂ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഏജ് ലിമിറ്റ് 25 വയസ്സാണ്. ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് 1180, 1000 പ്ലസ് ആയിരിക്കും വരുന്നത്. 1000 പ്ലസ് GST എന്നുള്ള രീതിയിലാണ് വരുന്നത്. ഏകദേശം ഇത്ര ഒരു എമൗണ്ട് ആണ് UR OBC നമ്മുടെ EWS കാൻഡിഡേറ്റ്സിന് വരുന്നത് കേട്ടോ. OBC നോൺ ക്രീമി ലെയർ ആണ് OBC NC എന്ന് കൊടുത്തിരിക്കുന്നത്. EWS കാൻഡിഡേറ്റ്സിന് 1000 പ്ലസ് GST എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് സെലക്ഷൻ പ്രോസസ്സ് വരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ കാണും, CBT എക്സാമിനേഷൻ കാണും. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഒരു നിങ്ങളുടെ സ്കില്ലൊക്കെ ടെസ്റ്റ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ അല്ലെങ്കിൽ ഗ്രൂപ്പ് ടെസ്റ്റ് അല്ലെങ്കിൽ സ്കിൽ ടെസ്റ്റ് എന്നൊക്കെ പറയുന്ന സംഭവം കാണും. അത് കഴിഞ്ഞ് ഒരു ഇന്റർവ്യൂ കാണും. പിന്നെ എന്താണ്, മെഡിക്കൽ എക്സാമിനേഷൻ അല്ലെങ്കിൽ ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് പോലത്തെ ഒരു ചെറിയൊരു ടെസ്റ്റും കാണും. അപ്പോൾ എന്തൊക്കെയാണ് ഉള്ളത്? ഒരു റിട്ടൺ എക്സാമിനേഷൻ CBT എക്സാമിനേഷൻ ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞ് വരുന്ന ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ സ്കില്ല് പരിശോധിക്കുന്ന ഒരു സ്കിൽ ടെസ്റ്റ് കാണും. അത് കഴിഞ്ഞ് മൂന്നാമത്തെ ഒരു പേഴ്സണൽ ഇന്റർവ്യൂ. ലാസ്റ്റ് നിങ്ങളുടെ മെഡിക്കൽ എക്സാമിനേഷൻ പ്ലസ് ഫിസിക്കൽ എക്സാമിനേഷൻ ആണ് വരുന്നത്. സാലറി കാണുന്നുണ്ടായിരിക്കും. 30,000 നിന്ന് തുടങ്ങി 1,20,000 വരെ കിട്ടുന്ന ഒരു സാലറി പാക്കേജിംഗ് ആണ് അതിന് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഓൾ ഓവർ ഇന്ത്യ ആണ് നിങ്ങൾക്ക് ഈ ജോബ് ലൊക്കേഷൻ വരുന്നത്. ഓൾ ഓവർ ഇന്ത്യ എവിടെ വേണോ കിട്ടാം. ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് എവിടെയൊക്കെയാണോ ബ്രാഞ്ച് ഉള്ളത് അവിടെയായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നതെന്ന് മനസ്സിലാക്കിക്കൊള്ളുക. ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കാണുന്ന പോലെ https.www.hindusthanpetroleum.com കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ മറ്റ് ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. അപ്പോൾ ഡേറ്റ് മറക്കണ്ട, 30 ഏപ്രിൽ വരെയാണ് നിങ്ങൾക്ക് ടൈം ഉള്ളത്. 30 ഏപ്രിൽ. പോസ്റ്റ് നെയിം ശ്രദ്ധിക്കുക. ഏതൊക്കെ ITI ഡിപ്ലോമക്കാർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് നമുക്ക് നോക്കാം. ജൂനിയർ എക്സിക്യൂട്ടീവ് മെക്കാനിക്കലിന് 11 വാക്കൻസി, ഇലക്ട്രിക്കലിന് 17 വാക്കൻസി, ഇൻസ്ട്രുമെന്റേഷന് 6 വേക്കൻസി, കെമിക്കലിന് 1 വാക്കൻസി, ജൂനിയർ എക്സിക്യൂട്ടീവ് ഫയർ ആൻഡ് സേഫ്റ്റിക്ക് 28 വാക്കൻസി. അങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഫയർ ആൻഡ് സേഫ്റ്റി പഠിച്ചിട്ടുള്ള ഏതെങ്കിലും ഡിപ്ലോമ റിലേറ്റഡ് കോഴ്സ് ചെയ്തവർക്കൊക്കെ എന്താണ്, ITI റിലേറ്റഡ് കോഴ്സ് ചെയ്തവർക്ക് 28 വാക്കൻസീസ് ഉണ്ട്. അങ്ങനെ ആകെ മൊത്തം 63 വാക്കൻസിയാണ് പറയുന്നത്. ഇവിടെ ഇതിന്റെ എക്സാം പാറ്റേൺ വരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് സെക്ഷൻ നിങ്ങളുടെ 50 ക്വസ്റ്റ്യൻസ് വരുന്നത് ജനറൽ ആപ്റ്റിറ്റ്യൂഡിൽ നിന്നാണ്. അതായത് ഇംഗ്ലീഷ്, മാത്സ്, റീസണിങ് എന്നുള്ള രീതിയിലാണ് വരുന്നത്. മാത്സ്, റീസണിങ്, ഇംഗ്ലീഷിൽ നിന്ന് ഒരു 50 ക്വസ്റ്റ്യൻസ് കാണും. അത് കഴിഞ്ഞ് നിങ്ങളുടെ ടെക്നിക്കൽ നോളജ്, നിങ്ങൾ ഏത് ട്രേഡ് ആണോ എടുത്തിട്ടുള്ളത്, ഈ പറയുന്ന മെക്കാനിക്കൽ ആണോ, ഇലക്ട്രിക്കൽ ആണോ, ഇൻസ്ട്രുമെന്റേഷൻ ആണോ, കെമിക്കൽ ആണോ, ഫയർ ആൻഡ് സേഫ്റ്റി ആണോ, ഏതാണോ വരുന്നത് അതിന്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. എത്ര മാർക്കിന്? 50 മാർക്കിന് അതിലെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. അങ്ങനെ ആകെ മൊത്തം 100 ക്വസ്റ്റ്യൻസ് ആണ് അതിൽ നിന്ന് ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ അതാണ് എക്സാം പാറ്റേൺ വരുന്നത്. അങ്ങനെയാണ് CBT എക്സാമിന്റെ പാറ്റേൺ അങ്ങനെയാണ് വരുന്നത്. ഏതൊക്കെ ട്രേഡ്സ് ആണെന്ന് നോക്കിക്കോളാം. ഓക്കെ, ഇനി അടുത്ത ലാസ്റ്റ് ആൻഡ് ഫൈനൽ എക്സാമിനേഷൻ. ഇപ്പൊ കറന്റ് ലൈവ് ആയിട്ടുള്ള എക്സാം മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇതുപോലെ ഒരുപാട് എക്സാംസ് വരുന്നുണ്ട്. പിന്നെ കുറെ എക്സാംസ് നമ്മൾ എടുക്കാത്തതിന്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അതിന് വാക്കൻസീസ് ഉണ്ടായിരിക്കില്ല. ചിലതൊക്കെ അപ്രന്റീസ്ഷിപ്പ് വേക്കൻസി ആയിരിക്കും വിളിക്കുന്നത്. അല്ലെങ്കിൽ കുറച്ചൊക്കെ എന്താണ് ഈ പറയുന്ന പോലെ ദൂരെ ആയിരിക്കും ലൊക്കേഷൻ. ദൂരെ എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ തന്നെ പെർമനന്റ് ആയിട്ട് നിൽക്കേണ്ട കുറെ അവസ്ഥകൾ വരും. പല ലൊക്കേഷൻസ് വരുന്നിടത്തുണ്ട്. അതുകൊണ്ടാണ് കൂടുതൽ നമ്മൾ ഡിസ്കസ് ചെയ്യാത്തത്. ഈ 5 എന്തായാലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളതാണ്. ഈ പറയുന്ന നാഷണൽ ക്യാപിറ്റൽ റീജിയണൽ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ആണ് NCRTC എന്ന് പറയുന്നത്. NCRTC എന്ന് പറഞ്ഞാൽ നാഷണൽ ക്യാപിറ്റൽ റീജിയൻ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ആണ്. ഇതൊരു പ്രോജക്റ്റിന്റെ ഭാഗമായിട്ട് ലോഞ്ച് ചെയ്ത ഒരു സംഭവമാണ് ഈ റിക്രൂട്ട്മെന്റ് സെക്ഷൻ എന്ന് പറയുന്നത്. 72 പോസ്റ്റുകളാണ് വിളിച്ചിട്ടുള്ളത്. 24 മാർച്ചിന് എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിന്റെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ടായി. 24 ഏപ്രിൽ വരെ സമയമുണ്ട്. 24 ഏപ്രിൽ വരെ സമയമുണ്ട്. കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷന്റെ ഡേറ്റ് എന്ന് പറയുന്നത് മെയ്യിലാണ് പറയുന്നത്. അപ്പോൾ ഏപ്രിൽ കഴിഞ്ഞ് മെയ്യിൽ തന്നെ എക്സാം നടത്തുമെന്ന് ആലോചിക്കുക. ഇനി അടുത്ത എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഈ പറയുന്ന പോലെ ഡിപ്ലോമ, ITI എന്ന് പറയുന്ന കാറ്റഗറിക്കാണ് വരുന്നത്. അത് നമുക്ക് ഇതിന്റെ വാക്കൻസീസ് നോക്കാം, അപ്പോൾ മനസ്സിലാവും. ഇനി അടുത്ത ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 25 വയസ്സ് വരെ ഉള്ളവർക്കേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. 25 വയസ്സ് വരെ. ഈ പറയുന്ന ഏതൊരു പോസ്റ്റിനായാലും ഞാൻ പറയുന്ന വാക്കൻസി
ഈ ഒരു ഏജ് ലിമിറ്റിന്റെ ഒപ്പം എന്തും കാണും, ഏജ് റിലാക്സേഷൻ കാണും കേട്ടോ. ഏജ് റിലാക്സേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്, ഒരുപാട് വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. SC/ST ആണെങ്കിൽ +5 years ഉണ്ടായിരിക്കും, +5. OBC ആണെങ്കിൽ 3 yearsന്റെ റിലാക്സേഷനും ഉണ്ടായിരിക്കും. അങ്ങനെ ആ മൊത്തം ഈ 25 എന്ന് പറയുന്നത് അതിൻ്റെ കൂടെ എന്ത് ചെയ്യും, ആഡപ്പ് ചെയ്ത് എടുത്തോണം. ഇത് URൻ്റെതാണ്. ഇനി ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് 1000 + GST എന്നുള്ള രീതിയിൽ തന്നെ ആയിരിക്കും വരുന്നത്. UR OBC EWS എക്സ് സർവീസ് മാൻകാർക്ക് 1000 രൂപയും ഈ പറയുന്ന പോലെ SC/ST PWD കാൻഡിഡേറ്റ്സിന് പേയ്മെന്റ് ഇല്ല എന്നുള്ള കാര്യമാണ്. സെലക്ഷൻ പ്രോസസ്സ് വരുന്നത് ഒരു CBT, ഒരു ടയർ എക്സാമിനേഷനും മെഡിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റും മാത്രമാണ് കേട്ടോ. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനാണെങ്കിൽ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയ www.ncrtc.in എന്ന് പറയുന്ന വെബ്സൈറ്റിൽ കയറണം. ഇതിലാണ് ഈ കൊടുത്തിരിക്കുന്ന വെബ്സൈറ്റ്, ഞാൻ എല്ലാത്തിലും വെബ്സൈറ്റ് കൊടുത്തിട്ടുണ്ട്, ആ വെബ്സൈറ്റിലാണ് നിങ്ങൾ അപ്ലൈ ചെയ്യാനുള്ളതെന്ന് മനസ്സിലാക്കിക്കോളാം. ഇനി അടുത്ത NCRTCയുടെ വേക്കൻസി വരുന്നത് ജൂനിയർ എഞ്ചിനീയർ ഇലക്ട്രിക്കൽ വേക്കൻസി ഉണ്ട് 16 വേക്കൻസി, ജൂനിയർ എഞ്ചിനീയർ ഇലക്ട്രോണിക്സിന്റെ വേക്കൻസി ഉണ്ട് 16 വേക്കൻസി, ജൂനിയർ എഞ്ചിനീയർ മെക്കാനിക്കലിന്റെ വേക്കൻസി 3 ഉണ്ട്, സിവിലിന്റെ വേക്കൻസി 1 ഉള്ളൂ, പ്രോഗ്രാമിംഗ് അസോസിയേറ്റ് എന്ന് പറഞ്ഞ 4 വേക്കൻസി ഉണ്ട്. ഇതൊക്കെ എന്താണ്, BBA കാൻഡിഡേറ്റ്സിനുള്ളതാണ്. പ്രോഗ്രാമിംഗ് അസോസിയേറ്റ്, അസിസ്റ്റന്റ് HR എന്നൊക്കെ പറയുന്നത് BBA ആണ്. 3 വേക്കൻസി ഉണ്ട്. അസിസ്റ്റന്റ് കോർപ്പറേറ്റ് ഹോസ്പിറ്റാലിറ്റി, ഇതെന്ന് പറയുന്നത് നമ്മുടെ ഹോട്ടൽ മാനേജ്മെന്റ് പഠിച്ചവർക്കുള്ള ഒരു വേക്കൻസി ഉണ്ട്. അത് കഴിഞ്ഞ് ജൂനിയർ മെയിൻ്റനർ ഇലക്ട്രിക്കൽ ഡിപ്ലോമ എടുത്തവർക്കുള്ള ഒരു ഇതുണ്ട്. ITI അല്ലെങ്കിൽ എന്തോ കഴിഞ്ഞവർക്ക്. ജൂനിയർ മെയിൻ്റനർ മെക്കാനിക്കൽ, അതും എന്താണ് 10 വേക്കൻസീസ് ആണ് വരുന്നത് കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഇത്രയും വേക്കൻസിയാണ് 72 വേക്കൻസി ആയിട്ട് അവർ എന്ത് ചെയ്തിരിക്കുന്നത്, കൊടുത്തിരിക്കുന്നത്. ഓരോ കാറ്റഗറിയിൽ നിന്നും ഇത്ര വേക്കൻസി എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇത് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, മെക്കാനിക്കൽ, സിവിൽ ഒക്കെ 3 year ഡിപ്ലോമ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. 3 year ഡിപ്ലോമ ഇൻ ടെക്നിക്കൽ ഡൊമൈൻ, ഈ പറയുന്ന ഡൊമൈനിൽ നിങ്ങൾക്ക് റെലവൻറ്റ് ടെക്നിക്കൽ ഡൊമൈനിൽ നിങ്ങൾക്ക് 3 years ഡിപ്ലോമ ഉണ്ടായിരിക്കണം. നമ്മുടെ പറഞ്ഞു ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 25 വയസ്സാണ്. പ്രോഗ്രാമിംഗ് അസോസിയേറ്റിനാണെങ്കിൽ എന്ത് വേണം, പ്രോഗ്രാമിംഗ് അസോസിയേറ്റിനാണെങ്കിൽ 3 years ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ സയൻസിനാണ് വേണ്ടത് കേട്ടോ. BSc IT പഠിച്ചവർക്ക്, ഇൻഫർമേഷൻ ടെക്നോളജി ഡിഗ്രി ആയിട്ട് പഠിച്ചവർക്കും എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. പ്രോഗ്രാമിംഗ് അസോസിയേറ്റ് എന്ന് പറഞ്ഞ വേക്കൻസി ആർക്കുള്ളതാണ്, 3 years ഡിപ്ലോമ കമ്പ്യൂട്ടർ സയൻസിൽ അപ്ലൈ ചെയ്തവർക്കാണ് കേട്ടോ, കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചവർക്കാണ്. അത് കഴിഞ്ഞ് അസിസ്റ്റന്റ് HR എന്ന് പറയുന്നത് 3 year ഗ്രാജുവേഷൻ ഇൻ BBA അല്ലെങ്കിൽ BBM മാനേജ്മെന്റിനോ അല്ലെങ്കിൽ പറഞ്ഞ പോലെ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ ബിസിനസ് അഡ്മിനിസ്ട്രേഷനോ കഴിഞ്ഞവർക്കാണ് അസിസ്റ്റന്റ് HR വേക്കൻസി കൊടുത്തിരിക്കുന്നത്. കോർപ്പറേറ്റ് ഹോസ്പിറ്റാലിറ്റി കൊടുത്തിരിക്കുന്നത് ഹോട്ടൽ മാനേജ്മെന്റ് പഠിച്ചവർക്കാണ്, ഹോട്ടൽ മാനേജ്മെന്റ്. അത് കഴിഞ്ഞ് ജൂനിയർ മെയിൻ്റെനർ ഇലക്ട്രിക്കൽ കൊടുത്തിരിക്കുന്നത് ITI കാർക്കാണ് കേട്ടോ. ITI കാർക്കാണ് ഈ ഇലക്ട്രിക്കലും, ഈ ജൂനിയർ മെയിൻ്റെനർ മെക്കാനിക്കലും ITI കാർക്കാണ് കൊടുത്തിരിക്കുന്നത്. ITI ഓക്കെ. അപ്പൊ ITI ഇലക്ട്രിക്കൽ ട്രേഡിനും ഫിറ്റർ ട്രേഡിനുമാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ എന്തിനാണോ കൊടുത്തിരിക്കുന്നത് ഞാൻ ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട്. ഇവിടെ 18 വേക്കൻസിയാണ് ഇലക്ട്രിക്കലിന് വിളിച്ചിട്ടുള്ളത്, മെക്കാനിക്കലിന് 10. അത് രണ്ടും എന്താണ്, ITI കാരുടെ വേക്കൻസി ആണെന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. ITI കാരുടെ വേക്കൻസി ആണ്. ഇനി അടുത്ത് എന്താണ് പഠിക്കേണ്ടതെന്നുള്ള ഡൗട്ട് ആണെങ്കിൽ റിട്ടൺ എക്സാമിനേഷനും മെഡിക്കലും മാത്രമേ ഉള്ളൂ. അപ്പോൾ റിട്ടണിന് നിങ്ങൾ പഠിക്കേണ്ടത് 50 മാർക്ക് എന്തിനാണ്, നിങ്ങളുടെ ഡൊമൈനാണ്. നിങ്ങൾ ഏത് ട്രേഡാണോ പഠിച്ചത് ആ ട്രേഡ് ബേസ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾ BBA കാരാണെങ്കിൽ BBAയുടെ സബ്ജക്റ്റ് ആയിരിക്കും പഠിക്കേണ്ടത്, HR സബ്ജക്റ്റ് ആയിരിക്കും പഠിക്കേണ്ടത്, IT ആണെങ്കിൽ ITയുടെ സബ്ജക്റ്റ് ആയിരിക്കും പഠിക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഡൊമൈൻ നോളജ് ഏതാണെന്ന് വെച്ചിട്ട് അതിൻ്റെ ക്വസ്റ്റ്യൻസും, അതുപോലെ നോർമൽ ജനറൽ നോളജും GKയും ജനറൽ സയൻസും മാത്സും റീസണിങ്ങും ഇംഗ്ലീഷും ആണ് ഇതിൽ വരുന്നത്. ഈ 50 മാർക്കിൽ വരുന്ന കമ്പ്യൂട്ടർ അവയർനെസ് ഉൾപ്പെടെയുള്ള കാര്യമാണ് അതിൽ വരുന്നത്. അപ്പോൾ സെക്ഷൻ A 50 മാർക്കിന് ചോദിക്കുന്നത് എന്തൊക്കെയാണ്, GK കാണും, ജനറൽ സയൻസ് കാണും, മാത്സ് കാണും, റീസണിങ് കാണും, നമ്മുടെ കമ്പ്യൂട്ടറും കാണും, കമ്പ്യൂട്ടറും ഇംഗ്ലീഷും ഒക്കെ കാണും കേട്ടോ. അപ്പോൾ അതൊരു മിക്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും അവിടെ നിന്ന് വരുന്നത്, അത് പ്രതീക്ഷിക്കുക. അതൊരു നോർമൽ ബേസ് ആണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രൽ ഗവൺമെന്റ് ഒരു അടിത്തറ എന്ന് പറയുന്നത് ഈ മാത്സ്, റീസണിങ്, GK അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിച്ച് നിങ്ങൾ എത്രത്തോളം അവെയർ ആണെന്ന് മനസ്സിലാക്കാനാണ്. അപ്പോൾ ഇത്രയും ഇതാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ ഇതിൽ പറഞ്ഞു പോയിക്കുകയാണ്, അതായത് ഷോർട്ടായിട്ട് നമ്മൾ ഇതിൻ്റെ കാര്യം പറഞ്ഞു പോയിക്കുകയാണ്. ഇതിലിനി നിങ്ങൾക്ക് വേണ്ടത് എന്താണ്, നിങ്ങൾ ഏതിലാണ് ഫിറ്റ് ആപ്റ്റ് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഇതിൻ്റെ ഡീറ്റെയിൽഡ് നോട്ടിഫിക്കേഷൻ നമ്മുടെ ടെലഗ്രാം ചാനലിൽ കൊടുത്തേക്കും. അതിൽ കയറി ഒന്ന് ചെക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഡീറ്റെയിൽ ആയിട്ടൊന്ന് മനസ്സിലാക്കിക്കോളുക കേട്ടോ. അപ്പോൾ എന്തായാലും ഇതൊക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ടെക്നിക്കൽ വാക്കൻസിയാണ്, അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് നോക്കുക. നിങ്ങൾക്കുള്ള ചാൻസ് ആണെന്ന് മനസ്സിലാക്കി ഇത് എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. എന്തായാലും ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാവുന്നതാണ്. അപ്പോൾ ഓക്കെ, എല്ലാ കാര്യങ്ങളും മനസ്സിലായെന്ന് തന്നെ വിശ്വസിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.